നമസ്കാരം, എല്ലാവർക്കും സേനൂസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഉള്ളി കൊണ്ട് നമുക്ക് നല്ല രുചികരമായ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇത് ഉള്ളിവടയേക്കാൾ വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഉള്ളി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. അതിൽ ഓരോ റിങ്ങും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. മധ്യഭാഗത്തുള്ള പോർഷൻ ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം നമുക്ക് എടുക്കാം. ഇത് ഒരു സവാള കട്ട് ചെയ്തതാണ്. ഒരു സവാളയിൽ നിന്ന് നമുക്ക് ധാരാളം ഒനിയൻ റിങ് കിട്ടും. എല്ലാ റിങ്ങുകളും ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കുന്നതിനാവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. ഇതിന് വേണ്ടുന്നത് മൈദ, കോൺഫ്ലവർ, കടലമാവ് എന്നിവയാണ്. ഇതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എല്ലാം ഈക്വൽ പ്രപ്പോർഷൻ ആയിരിക്കണം. നമ്മൾ 1 സ്പൂൺ കടലമാവ് എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ മൈദ എന്നിങ്ങനെ എടുക്കണം. ഇനി മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, അല്പം സോഡാപ്പൊടി എന്നിവ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. സോഡാപ്പൊടി ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് യോജിപ്പിക്കണം. വെള്ളം അല്പാൽപ്പം ഒഴിച്ച് ഈ ഒരു ടെക്സ്ചറിലാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് ലൂസായി കഴിഞ്ഞാൽ മാവ് നല്ലതുപോലെ ഉള്ളിയിൽ പിടിക്കുകയില്ല. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഓരോ ഉള്ളി റിങ്ങും മാവിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ലെവലായിരിക്കണം. ലോ ഫ്ലെയിം ആയാൽ ഇത് ധാരാളം എണ്ണ കുടിക്കും. അത് ആരോഗ്യത്തിന് നല്ലതല്ല. ഹൈ ഫ്ലെയിം ആയാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കണമെന്ന് പറഞ്ഞത്. ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വെക്കുന്ന ഒന്നാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വിഭവങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. പുതിയൊരു വിഭവമായി വീണ്ടും